കുറച്ച് ഓവറായിരുന്നു. കുഴപ്പമില്ല. കാരണം ഇച്ചിരി തെലുങ്ക് അറിയാലോ, അതിന്റെ ഒരു കുഴപ്പമില്ല. അല്ലു അർജുൻ കൊള്ളായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ അല്ലു നല്ല മാസ് ക്യാരക്ടറാണ്. പാട്ടൊക്കെ ഭയങ്കര ബോറാണ്. അവിടെ നല്ല പോയി പോകണം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഫാമിലി കുറച്ച് ക്രിഞ്ചൊക്കെ വരണുണ്ട്. ഫസ്റ്റ് പാർട്ട് പോലെ അല്ല, സ്റ്റോറി കുറച്ച് മാറുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷ വന്നത് അല്ലു അർജുൻ വെച്ചത് ഫസ്റ്റാണ്, പക്ഷേ ടൂലോട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരണുണ്ട്. പിന്നെ പുഷ്പ 3 ഉണ്ട്, എന്തായാലും കാണാൻ വരും. കൊള്ളാം. ക്ലൈമാക്സ് മാത്രം കൊള്ളത്തില്ല. സ്ലോ ആണ്, കുറച്ചും കൂടെ ക്ലാസ് പിടിച്ചാണ്, പക്ഷെ പറ്റത്തില്ല. ഓക്കെ അല്ല, കൊള്ളാം. എനിക്ക് അറിഞ്ഞൂടാ, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലു അർജുൻ ആക്ച്വലി നൈസാണ്. ഞാൻ കണ്ടിരുന്നു. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫാക്ടറി. നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഡയറക്ഷൻ കാര്യമൊക്കെ നമുക്ക് ഇഷ്ടമായി. നല്ലായിരുന്നു. നല്ല സിനിമയാണ്. കിസുക്ക് കൊള്ളാം. പറഞ്ഞ കാട്ടിലും കൊള്ളാം. ഒരു 5-ൽ 3.5 കൊടുക്കാം. ഒരു 3.5 കൊടുക്കാം. അല്ലു അർജുൻ നല്ല കിടിലായിട്ട് ആക്ടൊക്കെ ചെയ്ത് നന്നായിട്ട്, മറ്റേ കാന്താര സിനിമയിലെ ക്ലൈമാക്സ് അതുപോലത്തെ സീനുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിന് നാഷണൽ അവാർഡ് കിട്ടിയതിനനുസരിച്ചുള്ള ആ ഒരു ഇമ്പാക്ട് ഇതിലുണ്ടായി. അത് ഫസ്റ്റ് ഹാഫ് ചെറിയ ഒരു ലാഗായിട്ട് പോയി, സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഇതിന്റെ തേർഡ് പാർട്ട് റാംപേജ് എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയുന്നത്. കൊള്ളാം. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. ഒരു പക്ക തെലുങ്ക് കമേഴ്ഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. OTT വേണ്ട ഒരു എഫക്ട് കിട്ടൂല, തിയേറ്ററിൽ തന്നെ കാണണം. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടോളൂ. പടങ്ങൾ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് മോശമാണോ? രാമരാജ് പുഷ്പമില്ല. ഇതിപ്പോ വെറും വൈൽഡ് ഫയർ ആണോ വൈൽഡ് ഫ്ലവർ ആണോ കുറണ്ട് കുളമാക്കി കളഞ്ഞിട്ട് പ്രതീക്ഷ മൊത്തം പോയി. ചെറിയ പ്രതീക്ഷ ഉണ്ടെന്ന്, പിന്നെ ഒരു ആവറേജ് എന്ന് പറയണോ ബിലോ ആവറേജ് എന്ന് പറയണോ എന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാം. ഇത്രയും ഡ്യൂറേഷൻ ആണ് ഒന്നാമത് ആളുകൾക്ക് ബോർ അടിക്കുന്നത്. 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ നേരം 2 സിനിമ തിയേറ്ററിൽ കണ്ടുകൂടെ. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയും പലതും വരാൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടേനറിയാം എന്താണെന്നുള്ളത്. പുഷ്പ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഭയങ്കര വെയിറ്റിംഗ് ആണ്. എടാ എന്നെയൊക്കെ നീ ആണി അടിച്ച് ചുമരി കേട്ടല്ലേ. പടം പ്രതീക്ഷ വന്നു, പക്ഷെ ഞാൻ പറഞ്ഞു ഒരു വെറും ആവറേജ് പടം. OTT കണ്ടാൽ മതി, കൂടുതലൊന്നും പറയാനില്ല. ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ ഒന്ന് കാണും. കൊള്ളന്ന് അല്ലേ, നല്ല പടം. പുഷ്പ ഫസ്റ്റ് കണ്ടിട്ട് അതിന്റെ ഹാങ് ഓവറിലൊന്ന് കണ്ടത്. പുഷ്പ സെക്കൻഡ് ഒട്ടും കൊള്ളൂല. അടിപൊളിയാ. അടിപൊളി, പറയാൻ കുറ്റം പറയാനൊന്നുമില്ല. അടിപൊളി ഫൈറ്റ് ഒക്കെയാണ്. കൊള്ളാം ബ്രോ, നൈസ് സിനിമ. 1 ടൈം വാച്ച് ആണ്. കൊള്ളാം. നല്ലായിരുന്നു. കുഴപ്പമില്ല. അല്ലു അർജുൻ നല്ല രസമുണ്ട്. അല്ലു അർജുൻ ക്യാരക്ടർ ശരി ഒരു ഓവർ ആയി പോയി. പിന്നെ ഹോട്ട് ഫാസ്റ്റിൽ കിട്ടില്ല. നല്ല വൈവാണ്, നല്ല ഫൈറ്റിങ്ങും നല്ല കാര്യമൊക്കെ ഉണ്ട്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും വന്ന് കാണാൻ പറ്റിയ പടമാണ്. ലാസ്റ്റ് മാത്രം എൻഡ് ചെയ്ത കൊള്ളൂല. ഇല്ല കൊള്ളാം. എല്ലാരും കൊള്ളാം. നല്ലത് കണ്ടോണ്ടിരിക്കുമ്പോ ഇടയ്ക്കാലത്ത് ഇറക്കിയൊക്കെ നല്ല പടം തന്നെ. അത് കുഴപ്പമൊന്നുമില്ല. പടം കൊള്ളാം. പൈസയൊക്കെ ഇഷ്ടപ്പെട്ട നല്ല ചെലവാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, കഥയും കൊള്ളാം. ആരെ പാട്ട് കൊണ്ടല്ലോ. ആ പാട്ടാണ് ഇതിലേറ്റവും പറ്റും. വാസിന്റെ പിന്നെ അടിപൊളി. വാസന്റെ അടിപൊളിയാണ്. വില്ലനായിട്ട് അഭിനയിച്ചെങ്കിലും ഉള്ളത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവന്റെ അഭിനയം ഇതാണെങ്കിലും പാടാൻ എഴുതില്ലെങ്കിലും അഭിനയം ഏത് പടത്തിലും അവന്റെ അഭിനയം ഇഷ്ടമാണ് വാസന്റെ. ഓവറോൾ എങ്ങനെയുണ്ട്? ഓ കുഴപ്പമില്ല.